ഹലോ ഗായ്സ്, നമുക്കിന്ന് ജേണൽ സെറ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് വാഷി ടേപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു പേപ്പർ എടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടെ വരക്കാം. ഞാനിവിടെ കുറച്ച് ലവ് ആണ് വരച്ചു കൊടുക്കുന്നത്. ശേഷം എൻ്റെ അടുത്ത് ആദ്യമുള്ള വാഷി ടേപ്പിൻ്റെ സാധനമാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒടിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചുറ്റുക. എന്നിട്ട് ഒരു പേപ്പർ എടുത്ത ശേഷം സെലോ ടേപ്പ് കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിക്കുക. നമ്മുടെ വാഷിംഗ് ടാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ രണ്ടെണ്ണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റിക്കറാണ്. അപ്പോൾ ആദ്യം ഇതുപോലത്തെ ഒരു പേപ്പർ എടുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ചിത്രം അവിടെ വരച്ചു കൊടുക്കാം. വരച്ച ശേഷം ഞാനിവിടെ വാട്ടർ കളറിന് പെയിന്റ് അടിക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ശേഷം ഇതിനെല്ലാം ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക. ശേഷം ഇതുപോലെ ഒരു പേപ്പർ എടുത്ത ശേഷം സെലോ ടാപ്പ് കൊണ്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റിക്കറിന്റെ ബാക്കിൽ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ച ശേഷം നമ്മുടെ ആ പേപ്പറിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ മൊത്തം ഒന്ന് ഒട്ടിച്ചെടുക്കുക. നമ്മുടെ സ്റ്റിക്കറും റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ഉണ്ടാക്കുന്നത് നമ്മൾ പാറ്റേൺ പേപ്പറാണ്. അതിനു വേണ്ടി ഇതുപോലത്തെ ഒരു പേജ് എടുത്ത ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കുക.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണുകളൊന്ന് വരച്ചെടുക്കുക. ഞാനിവിടെ ഫസ്റ്റ് തന്നെ ആക്കുന്നത് ഒരു ബോ ആണ്. അതിനുശേഷം അതിനൊന്ന് കളറും കൊടുക്കുക. എന്നിട്ട് ഞാൻ രണ്ടാമത് പേപ്പറിലാക്കിയത് ഗ്രിഡ് ലൈൻസ് ആണ്. മൂന്നാമത് ഞാൻ ഇവിടെ ചെറീസ് ആണ് വരച്ചു കൊടുക്കുന്നത്. അതിന് നമുക്ക് കളറെടുക്കുക. അടുത്ത ഞാൻ ഇതുപോലത്തെ ഒരു പേപ്പർ എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്തു. ചുരുട്ടിയത് ഇതുപോലെ ഒന്ന് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചുരുട്ടിയെടുത്തിരിക്കുന്നത്. ഇതുപോലെയാണ് വരച്ചത്. പിന്നെയുള്ളത് ഇതുപോലെ ഒന്ന് വരച്ചു. എന്നിട്ട് ഞാൻ വാട്ടർ കളറിന് കൊടുത്തു. ഞാൻ നേരത്തെ ആക്കിയ പോലെ ഒന്ന് ചുരുട്ടിയെടുത്തു. ഇനി ഞാൻ അടുത്തതും ഗ്രിഡ് ലൈൻസ് തന്നെ വരച്ചു കൊടുത്തു. പിന്നെ ഉണ്ടാക്കിയത് ഞാൻ ഇവിടെ സ്റ്റാമ്പാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ആദ്യം ഒരു A4 ഷീറ്റ് എടുത്തു. എന്നിട്ട് ഈ വീഡിയോ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. വീഡിയോ കാണുന്ന പോലെ കത്രിക കൊണ്ട് മുറിച്ചെടുക്കുക. അതുപോലെ കട്ട് ചെയ്തെടുത്താൽ ഇതുപോലെ ഒന്ന് കിട്ടും. ഇതുപോലെ ഞാൻ എല്ലാം ആക്കിയെടുത്തു. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം ഒന്ന് വരക്കുക.
ഇതുപോലെ എല്ലാം ചെയ്തെടുത്തു. നമ്മൾ ഇന്നുണ്ടാക്കിയ സാധനങ്ങൾ, സ്റ്റിക്കർ, നമ്മൾ ഇന്നുണ്ടാക്കിയ സാധനങ്ങൾ ഇതെല്ലാം